നമ്മളിന്നൊരു സ്ലൈഡിംഗ് ഡോറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ട്, ഈ കാണുന്ന ഏരിയയിൽ നമ്മളൊരു ഡോർ അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഈ വീടിന് ഫുള്ള് റൂഫ് ചെയ്ത് അത് കേട്ടോ, ഫുള്ളായിട്ട് റൂഫിങ്ങിന്റെ പണി ചെയ്തൊരു വീടാണ്. അപ്പം വീടിന് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു ഡോറ് സിമ്പിളായിട്ട് അടിച്ചിട്ടുള്ളത്. ഡോറ് നമുക്ക് കാണിച്ചു തരാം. വേറൊരു ഡോറിനൊരു ലോക്ക് ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? അടക്കറ ഒന്ന് തുറന്ന അടച്ച് ഒരു ഡോർ ഫ്രീ ആയിട്ട് പോകുന്നൊരു ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഒന്ന് അതിന്റെ ടോപ്പ് എന്നുള്ള ഫ്രീ ആയിട്ട് സംഭവം അടക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മൾ കുറച്ചായി. കാരണം മഴ പെയ്തിട്ടപ്പോഴത്തേക്ക് സീറ്റിനെല്ലാം പായൽ കയറിയിട്ടുണ്ട്. ഇതാണ് ടോപ്പ്. കാരണം ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ ടാങ്കിന് ക്ലീൻ ആക്കാനും ഉള്ള ആവശ്യത്തിനെല്ലാം കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഈ സംഭവം ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിന്റെ സി ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ? സി ടൈപ്പ്. ഈ ചാനലിലാണ് നമ്മുടെ വീൽ ഓടുന്നത്. വീല് കാണിച്ചു തരാം. വീല് ഇതുണ്ടോ, ഇതിന് കറക്റ്റ് ടൈറ്റ് ആണ് വീല്. ഇത് തന്നെ 3 വീല്, അതായത് 2 സൈഡിലോട്ട് ഒന്നും സെൻട്രൽ ഒന്നും, അങ്ങനെ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. ഇത് ഓടുന്നു മനസ്സിലാവും. നല്ല ഫ്രീ ആയിരിക്കും. ഇങ്ങനത്തെ വീലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇവര് ലോഡിങ് കപ്പാസിറ്റി പറയുന്നത് 4 വീലിന് 1 ക്വിന്റല് 25 കിലോ വെച്ചാന്ന് പറയുന്നത്. നമ്മുടെ ഡോർ അത്രയൊന്നും ഇല്ലല്ലോ. ഫ്രീ ആയിട്ട് ഈ സംഭവത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ ഇതിൽ നമ്മൾ സ്റ്റാർ സ്ക്രൂ അടിച്ചിട്ട് ഫിറ്റാക്കി തരും. അപ്പം നിങ്ങളുടെ ഇതിനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇത്രയും ഒരു ഹൈറ്റ് വരും. ഇതുകൊണ്ടാ ഒരു ഈ കനത്തിന് ഹൈറ്റ്, അതായത് സൈഡിലോട്ട് തള്ളണ്ടോണ്ടാണ് ഇത്രയും ഹൈറ്റ് ഇട്ടിട്ടുള്ളത്. നേരെ മറിച്ച് താഴോട്ടാ തള്ളണമെങ്കിൽ നമ്മൾ വലിയ ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ഷീറ്റിന്റെ ഹൈറ്റിലേ നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താഴോട്ടാകുമ്പോൾ ആ ഹൈറ്റ് വേണ്ട, കുറച്ചും കൂടി താന്ന് കിട്ടും. പക്ഷെ ഇതിന് ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് കണ്ട, ഇവിടുത്തെ പുറത്തേക്കുള്ള തള്ള് ഇത്രയും കവറേജ് ഉണ്ട്. ഇത്രയും ഭാഗത്തോട്ട് തള്ളുള്ളതുകൊണ്ട് ഇവിടെ ലീക്ക് ആവില്ല. പിന്നെ മേലെ അങ്ങോട്ടും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും നല്ല കവറേജ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പം അതിൻ്റെ അടിയിലോട്ട് ഇത് കയറിപ്പോവും. ഓക്കെ, ചോറ് അപ്പം അത്രയും ഭാഗം കയറി. അതുകൊണ്ട് തന്നെ ആടൊന്നും ലീക്കേജിൻ്റെ ഉള്ള വിഷയമില്ല. പിന്നെ ഇത് കാറ്റിന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലോക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞാൽ അങ്ങ് പോവില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് വലിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡ് പൈപ്പ് കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്ക് ചെയ്യേണ്ടവർ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചു. അപ്പം ശരിക്കും നമ്മൾ 1.25 പൈപ്പിൽ ലോട്ടയാണ് ഈ ചാനൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് സംഭവം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡോറൊക്കെ ഇടുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇതുപോലെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല. പിന്നെ ഇവിടെ വലിയ ഹൈറ്റ് ഒന്നുമില്ല. അവിടെ ഈ ഒരു ഹൈറ്റേ വരുന്നില്ല. ഇവർ സ്റ്റാൻഡ് ഇവർക്ക് ഏണിയുണ്ട്. അപ്പം വലിയ സ്റ്റെയർ പോലെ ഒന്നും അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ടില്ല. അപ്പോൾ വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ള് ചെയ്യുന്നതിൻ്റെ വിഷ്വലിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെൽഡിങ് വർക്കുമായിട്ടുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക.